ഹായ് നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിൽ നമ്മളെ ബേക്കൽ കോട്ടേന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ഇല്ലാസ് നഗറിൽ ഇല്ലാസ് മുസ്ലിം പള്ളീന്റെ അടുത്ത് ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ അലുവാ കഷ്ണം മാറ്റി ഒരു 6.5 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകണം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും ഇതേമാർക്ക് പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പൊ ഇനി ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള വഴി സൗകര്യം പറഞ്ഞുതരട്ടെ. നമ്മള് ബേക്കൽ കോട്ടേന്റെ അവിടെ നിന്ന് വരാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ള. അതേപോലെ നമുക്ക് കാഞ്ഞങ്ങാട് വരാനുണ്ടെങ്കിൽ ഒരു 12 കിലോമീറ്ററും പിന്നെ കാസർഗോഡ് നിന്ന് വരാനുണ്ടെങ്കിൽ ഒരു 14 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ട് ഉള്ളത് നമ്മളെ ഇല്ലാസ് നഗറിലാണ്. നമ്മളെ ഇല്ലാസ് നഗറിന് ഇല്ലാസ് മുസ്ലിം പള്ളീന്റെ അവിടെ നിന്ന് വരുന്ന വഴിയാണിത്. ഏകദേശം പള്ളീന്റെ അവിടെ ഒരു 100 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങോട്ട് നമ്മൾ പ്ലോട്ടിലോട്ട് എന്ന് പറഞ്ഞാൽ. വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും കാറോ ജീപ്പൊക്കെ വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്നത് പള്ളിക്കരാണ്. അതുപോലെ വില്ലേജ് നമുക്ക് പള്ളിക്കര തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാകണ് നമുക്ക് വരുമ്പോ തന്നെ ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. അടുത്ത അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതിപ്പോ നമ്മളെ പ്ലോട്ടാണ് ഈ കാണുന്നത്. ഈ കാണുന്ന തന്നെയാണ് നമ്മളെ സ്ഥലം കേട്ടോ. പറമ്പിന്റെ ചുറ്റുപാടും വീടുകൾ തന്നെയാണ് ഇഷ്ടം പോലെ. അപ്പൊ ഇതാക്കണേ നമ്മൾ പ്ലോട്ടിലോട്ട് വരുമ്പോ ഇതാക്കണേ ഇതേപോലെ ഫുള്ള് ചുറ്റുഭാഗവും അതിരെല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. ഒരു ഒറ്റ പീസ് 6.5 സെന്റ് സ്ഥലം ഒറ്റ പീസാ. അലുവാ കഷ്ണം മുറിച്ച് എങ്ങണ്ടാവും അജാതി മുതലാണ് കേട്ടോ. കിടിലം പ്ലോട്ടാണ്. ചുറ്റുഭാഗത്ത് ഇതാക്കണ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് കുറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ നമ്മൾ പറമ്പിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിയാൽ നിങ്ങൾ തെങ്ങാണിക്കാണ്. ഏകദേശം ഒരു 7ഓളം തെങ്ങുണ്ട്. ഇതേമാതിരിക്ക് നല്ല കായ്ക്കണ തെങ്ങ് കേട്ടോ. അതേമാതിരി ഇതാക്കണം മാവാണ്. കാരണം നിറയെ മാങ്ങയൊക്കെ ഇഷ്ടം പോലൊക്കെ ഉണ്ടാവണാണ്. ഇപ്പൊ മാവുണ്ട്. അതുപോലെ ഇനിയിപ്പോ പ്ലോട്ടിന്റെ കുറച്ചും കൂടെ ബാക്ക് സൈഡിലോട്ടൊക്കെ ഇങ്ങോട്ട് വരാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാ ഈ സൈഡിലോട്ട് ഇതാക്കണം ഫുള്ള് അതിര് തിരിച്ചിട്ടാണ് ഞങ്ങള് ഇതേമാതിരിക്ക് ഫുള്ള് ചുറ്റുഭാഗം അതിരെല്ലാം തിരിച്ചിട്ടേക്കണം കേട്ടോ. ഇനിയിപ്പോ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ടിന്റെ കണക്ഷനൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ഒരു വീടിന്റെ ഫ്രണ്ട് വരെ നമുക്ക് അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു പോസ്റ്റും കൂടി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിന്റെ കണക്ഷനൊക്കെ എടുക്കാനും പറ്റുന്നതാണ്. പിന്നെ ഇനിയിപ്പോ നമ്മളൊരു വീടൊക്കെ വെച്ച് താമസിക്കണ്ടേ, നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞേക്കണം നോക്കണ്ടെങ്കിൽ 1.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തൃക്കണ്ണാട് എത്തിക്കഴിഞ്ഞാൽ 2 കിലോമീറ്ററിൽ തൃക്കണ്ണാട് എത്തിക്കഴിഞ്ഞാൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ ബേക്കലോട്ട് ഒരു 1.5 കിലോമീറ്ററുള്ള അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തുള്ള മുസ്ലിം പള്ളികൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇല്ലാസ് ജുമാ മസ്ജിദ് ഉണ്ട്. പിന്നെ ഹനാഫി ജുമാ മസ്ജിദ് ഉണ്ട്. അതുപോലെ തന്നെ ഹദ്ദാദ് ജുമാ മസ്ജിദും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മദ്രസയിലോട്ടൊക്കെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 മീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നമുക്ക് മദ്രസയിലൊക്കെ പറഞ്ഞേക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാലക്കുന്ന് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇന്ത്യാന ഹോസ്പിറ്റൽ ഉണ്ട്. ഇപ്പൊ ഇതാ നമ്മൾ പ്ലോട്ടിന്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിന്നിട്ട് മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ലൊരു കിടിലൻ പ്ലോട്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ആ കാണുന്ന നമ്മളെ സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തൊട്ടടുത്തുള്ള വേറെ ആളെ സ്ഥലത്തിലാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കിണറുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള വെള്ളത്തിന്റെ അതൊന്ന് കാണിച്ചു തരാം. നോക്കിയാൽ നിങ്ങൾ വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മളാ ഒരു പറമ്പിൽ ഒരു കിണറോ അല്ലെങ്കിൽ ഒരു ബോർവെല്ലോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. വെള്ളത്തിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഏരിയ എന്നല്ല, വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടേന്റെ അടുത്ത് നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഇല്ലാസ് പള്ളിയുടെ അടുത്ത് നിന്ന് വെറും നടക്കാനുള്ള ദൂരത്തിൽ വെറും 100 മീറ്റർ മാത്ര അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. കണ്ടില്ലെങ്കിൽ ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉള്ള സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല കിടിലം കിട്ടിക്കാച്ചി മുതലാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലൊക്കെ ഈ ഒരു ഏരിയയിൽ വീടോ സ്ഥലങ്ങളൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ നിങ്ങളുടെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്ക് അത് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഓണറുമായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.